2014 അരുന്ധതി റോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സെൽവാക്ക് അല്ലെങ്കിൽ ആ ഒരു വാക്കിനൊരു പ്രാധാന്യം ഇന്ന് അരുന്ധതി റോയ് കുറച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. അത് മാത്രമല്ല, ദേശീയത എന്നുള്ള ആ ഒരു ചിന്ത പൊതുവെ ഭാരതം മുഴുവൻ പടർന്നിട്ടുണ്ട്. അതൊരു അതിനെ ഇല്ലാതാക്കാനായിട്ട് വളരെ ശ്രമിച്ചതാണ്. അതിന്റെ അകത്ത് ഒരു ചൈനീസ് മോഡൽ ഉണ്ട്. 1967 മാവോ ചൈനയിൽ രണ്ടാമതൊരു വിപ്ലവം തുടങ്ങിയിട്ടുണ്ട്. സംഗതി വേറൊന്നുമല്ല, മാവോയെ എതിർക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും കമ്മ്യൂണിസത്തെ എതിർക്കുന്ന ട്രഡീഷണൽ സാംസ്കാരിക നായകന്മാരെയും ഇല്ലാതാക്കുക. മാവോ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ജനപ്രതിനിധികളോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവർ അതിന്റെ ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചെയ്യാം എന്ന് പറഞ്ഞാൽ തീർത്തരും. അത്രേ ഉള്ളൂ. 20 ലക്ഷം മനുഷ്യരാണ് ചൈനയിൽ ആ ഒരൊറ്റ വിപ്ലവത്തിൽ. അതിനു മുമ്പ് മാവോ അധികാരത്തിൽ കയറിയ വിപ്ലവത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ മാത്രം 20 ലക്ഷം മനുഷ്യരാണ് ചൈനയിൽ മരിച്ചു വീണത്. അന്ന് മുതലേ ഉള്ള സംഗതിയാണ് ചൈന എങ്ങനെ സാംസ്കാരികതയെ തകർത്തോ, റഷ്യ എങ്ങനെ സാംസ്കാരികതയെ തകർത്തോ, അതിനെ അവിടെ ഭാരതത്തിൽ കൊണ്ട് കോപ്പി അടിക്കാനായിട്ടാണ് ഇവർ നോക്കിയത്. നടന്നില്ല. അത് തിരിച്ചു പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വന്നു. ഇന്ന് ഭാരതത്തിനെതിരെ വാക്ക് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ചുമ്മാ നടക്കാൻ പറ്റില്ല. ഇപ്പോ കാശ്മീർ മാംഗെ ആസാദി പറയില്ല, കാശ്മീർ മാംഗെ ആസാദി എന്ന് ഒരു മനുഷ്യനും പറയില്ല. പറഞ്ഞാൽ അവൻ സോഷ്യലി ഐസൊലേറ്റ് ആവും. അടി കൊള്ളുമോ എന്നുള്ളതല്ല, സോഷ്യലി അവൻ ഐസൊലേറ്റ് ആവും. അതായിരിക്കും ആദ്യം നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടി കൊള്ളുമോ പെട്ടിക്കൊള്ളുമോ എന്നുള്ളത് പിന്നെ. ആസാദി പറഞ്ഞാൽ ഇപ്പോ ജനാധിപത്യത്തിന്റെ ഭാഗത്ത് നിന്ന് എവിടേക്കോ ഏതോ ഒരു പാർട്ടിയിലൊക്കെ ആണല്ലോ ഇപ്പൊ ഏത് പാർട്ടിയിലാണെന്ന് അറിയില്ല. അതാണ് അയാളിങ്ങനെ കോൺഗ്രസിലാണെന്നാണ് ഞാൻ കേട്ടത് ലാസ്റ്റ്. ഇപ്പൊ നാളെ എവിടെയാണോ ഇന്ന് എവിടെയാണോ ദൈവം അറിയാം. ആസാദി പാടി കൊട്ടിപ്പാടി നടന്ന ടീമാണ്.